എന്റെ ബലം ഭഗവാനാണ്. എന്നെ ഓരോ ആപത്തിൽ നിന്നും എന്റെ ഓരോ ജീവിത വീഴ്ചകളിലും എന്നെ കൈപിടിച്ച് ഉയർത്തിയത് വാരിയെടുത്തത് ഭഗവാനാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ്. എന്നെ മാത്രമല്ല കേട്ടോ, അച്ഛനെ സംസാരിക്കാൻ അലറാൻ ബലമായത് ഭഗവാൻ തന്നെയാണ്. രണ്ട് ഭഗവാൻ ഇനിയവിടെ ഈ ലോകത്തിലെ സകല ജനാദനങ്ങൾക്കും എല്ലാവർക്കും ബലമായത്, അച്ഛന് ബലമായത് ഭഗവാൻ തന്നെയാണ്. ആ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മാത്രമേ ഉള്ളൂ കൂടെ. എന്നാൽ അച്ഛൻ ലോകത്തെ മുഴുവൻ രക്ഷിച്ചു എന്ന് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ആ ലോകത്തെ മുഴുവൻ കീഴടക്കി എന്ന് അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛന്റെ ഹൃദയത്തിലെ കാമക്രോധാദികളാകുന്ന വികാരങ്ങൾ ജയിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടില്ല. ആ ഹൃദയത്തെ ഒന്ന് ശുദ്ധമാക്കി കഴിഞ്ഞാൽ അച്ഛനും ബലമായ ശ്രീഹരിയെ അച്ഛനും അനുഭവമായി തീരുന്നു. ഉപദേശം കണ്ടപ്പോൾ ദേഷ്യം വന്നു. ചാവാൻ തോന്നാൻ വിശുദ്ധയാലുണ്ട്, നീ അതാണ് പുലർത്തിയത്. ശരി, നീ പറഞ്ഞ പോലെ മതന്യോ ജഗദീശ്വര എന്ന് അന്യനായിട്ട് ജഗദീശ്വരൻ ഉണ്ടെങ്കിൽ ഉപവാസം എവിടെയാണ്? ലോകം മുഴുവൻ ഞെട്ടിപ്പോകുന്ന മാണു എത്തിപുരുഷത്താ ചോദിക്കുന്നത് എവിടെയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ കഴുത്ത പറ്റിയിടും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ലോകത്തെ മുഴുവൻ തകർത്ത് നല്ല ശീലമുള്ള ഹിരണ്യകശിപുവിനെ മുമ്പിൽ നിൽക്കുന്നത്. പ്രഹ്ലാദന് ഒരു സംശയം ഉണ്ടായില്ല, എവിടെ ഭഗവാൻ ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ടല്ലോ. ഹിരണ്യകശിപു ചുറ്റും നോക്കി, നമ്മളിപ്പോ നോക്കിയാൽ കാണാറുണ്ടോ? ഹിരണ്യകശിപു നോക്കി കണ്ടിട്ടില്ലെങ്കിൽ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ചുറ്റും കാണുന്നുണ്ട്, നടക്കുന്നുണ്ട്, റോഡിലും വീട്ടിലോ നോക്കി നടക്കുന്നവരാണൊക്കെ. എന്നാ ഭഗവാനെ കാണാറുണ്ടോ? അതൊന്നുമില്ല. ഭഗവാൻ ഇല്ലാത്തതുകൊണ്ടാണോ? അതുമല്ല. ഹിരണ്യകശിപു ചുറ്റും നോക്കി, എവിടെയും കണ്ടില്ല. നീ എന്നെ വീണ്ടും പറ്റിക്കാണോ? ഇത് സർവത്ര 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 നമ്മളോട് പറ്റിക്കാണോ? ശരി, ഇത് സർവത്ര എല്ലായിടത്തും ഉണ്ടെങ്കിൽ കസ്മാത് സ്തംഭേന, ഈ തൂണിൽ എന്തുകൊണ്ടില്ല? ഈ തൂണ് ഞാൻ പണിതതാണ്, അതിൽ ഒരു വിഷമവുമില്ല, ഒരു കാര്യമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തുകൊണ്ടില്ല എന്ന് വെച്ചപ്പോഴേ കൂടുതൽ ഭഗവാനെ കണ്ടുകൊണ്ട് ദൃശ്യതയെ കൂടുതൽ ഗുരുവിനെ കാണാം. തൂണില് ഇരുമ്പ് തൂണാണെങ്കിൽ അതിൽ തുരുമ്പ് വരുന്നുണ്ടെങ്കിൽ അതും കാലസ്ഥിരവനായ ഭഗവാന്റെ സ്വാധീനം കൊണ്ടാണല്ലോ. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഭഗവത് അനുഭവം ഉണ്ടായിക്കൊണ്ട് തൊഴുതു പിടിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ. അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് കേട്ടറിയാൻ, തൊട്ടറിയാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പരിധിയുണ്ട്. അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് അച്ഛൻ അനുഭവിക്കട്ടെ എന്ന ഭാവത്ത് തൊഴുതു പിടിച്ചുകൊണ്ട് അവിടെ നിൽപ്പായി. ഇത് കണ്ടു ഹിരണ്യകശിപു. ഉത്തരമുട്ടിയെ കൊല്ലാൻ കാണിക്കുന്ന പറഞ്ഞ പോലെ നീ തൊഴിലുപിടിച്ച് നിൽക്കുകയാണ്. ഈ തൂണ് ഞാൻ ഇടിച്ചു കുളിക്കും, അതിന്റെ ഹരിയുടെ ഉണ്ടെങ്കിൽ വരുന്നത് കാണട്ടെ എന്നുള്ള വെല്ലുവിളിയോട് കൂടിയിട്ടാണ് സ്തംഭം ഒരു ഇടി കൊടുത്തത്. ഹിരണ്യകശിപുവിന്റെ ഒരു പുഷ്ടി കൊണ്ടുള്ള ഇടിയുടെ ശബ്ദമല്ല കേട്ടത്. മുമ്പ് ഒരിക്കലും കേൾക്കാത്ത അതിഭയങ്കരമായിട്ടുള്ള ഗന്ധനാണ്. കമ്പ കഷ്ടന സംഭവാത, അതിഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദമാണ് കേട്ടത്. ഹിരണ്യകശിപു ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും ലോകം മുഴുവൻ ഞെട്ടിപ്പോവാണ്. ഹിരണ്യകശിപുവിന്റെ ചെവിക്കലൊക്കെ പൊടിഞ്ഞുപോയി. സ്തംഭേഖണ്ഡയതോ ഹിരണ്യകശിപോ കർണം സമാചൂർണയൻ. ഹിരണ്യകശിപുവിന്റെ ചെവിക്കലൊക്കെ പൊട്ടിപ്പോയി. കൊടുങ്കാറ്റ് വീശുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്, പർവ്വതങ്ങളൊക്കെ പൊടിയുന്നുണ്ട്, ആ തൂണുകളെ പൊടിയുന്നുണ്ട്. ത്രിമൂർത്തികളുടെ സ്ഥാനം പോയി തെറിച്ചു പോകുന്നുണ്ട്. തൂണിന് പിളരുമ്പോഴേക്കും തീ ജ്വാലകൾ ഉയർന്നു വരുന്നുണ്ട്. ആകാശത്തെ മേഘമാളികളെ തട്ടിമാറ്റുന്ന കുഞ്ചിരോമങ്ങളും സ്നാരോമങ്ങളും കുഞ്ചിരോമങ്ങളും, പിന്നെ ആകാശത്ത് തിരിച്ചതായിട്ടുള്ള കുറ്റി ചെവിയും, പിന്നെ രണ്ട് ഇരുമ്പ് ഗോളങ്ങൾ അഗ്നിയിൽ പഴുപ്പിച്ച് സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്ന കനൽക്കട പോലെയുള്ള തീപ്പാറുന്ന ഉണ്ട കണ്ണുകളും, രണ്ട് നാസികാദ്വാരങ്ങളിലൂടെ കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് പുറത്തേക്ക് കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് മഞ്ഞ വായകൾ, വായകൾ തുറക്കുമ്പോഴേ രണ്ട് മഞ്ഞവരി പല്ലുകളാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ദംഷ്ട്രങ്ങൾ, അതിന്റെ ഇടയിലൂടെ ഏറ്റവും നീളമുള്ള വാള് പോലെയുള്ള രക്തമിറ്റിറ്റ് വീഴുന്ന വാളിൽ നീട്ടിക്കൊണ്ട് ഗുഹ പോലെയുള്ള വായകൾ തുറന്നുകൊണ്ട് ഘോരഘോരങ്ങളെ ഗർജിച്ചുകൊണ്ടുള്ള സിംഹമുഖം കാണുമ്പോഴേക്കും ഹിരണ്യകശിപു ഒന്ന് പേടിച്ച് തല താഴ്ത്തുമ്പോഴാണ് പാടത്തേക്ക് വിരിഞ്ഞ മാർഗവും സകല വൈഷ്ണവ ചിഹ്നങ്ങളുണ്ടെങ്കിൽ മുകളില് സിംഹരൂപമാണ്. അത്യുഗ്ര നരസിംഹമൂർത്തിയായിട്ട് പീതാംബരപ്പെട്ടു താഴത്ത് കൈകൾ സാധാരണ 2 കൈ 4 കൈക്കാണെങ്കിൽ അതൊന്നുമല്ല, എണ്ണിയാ തീരാത്ത കൈകളാണ്. വിവിധങ്ങളാകുന്ന ആയുധങ്ങളാണെങ്കിൽ 4 കൈകൾ ആയുധങ്ങളും ഇല്ലാതെ ക്രൂരാംശ
ദൂരോൽപണമാകുന്ന നഖായങ്ങളോട് കൂടിയിട്ട് അത്യുഗ്ര സിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്ന ഒരു രംഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്ന് ഭാഗവത മാഹാത്മ്യം തുടങ്ങിയതാണ് ഭാഗവത സിംഹത്തിന്റെ ഗർജനത്തെ കുറിച്ച്. ഹരിദോഷങ്ങളെ മുഴുവൻ ആട്ടി ഓടിക്കുന്ന ഭാഗവത സിംഹത്തിന്റെ ഗർജനം സത്യം വിഹാതുന്ന ഹൃദ്യമായിട്ടുള്ള ഭക്തന്മാരുടെ വാക്കിനെ മുഴുവൻ സത്യമാക്കിക്കൊണ്ടുള്ള ഭഗവാന്റെ തിരുവവതാരം നരസിംഹാവതാരമാണ് ഈ വർണ്ണിക്കേണ്ടത്. സോഹം വിദഗ്ധമാനസ്യ ശിരക്തായാധരാമിതേ ഗോപായ ഹരിസ്വാദ്യ യസ്തേ ശരണമീക്ഷിതം ഏവം ദുരുക്തയം മുഹുരന്തയേന്ദ്രുഷ സുതം മഹാഭാഗവതം മഹാസുരം ഖഡ്ഗം പ്രവിശ്യോൽപതിതോരാസനാൻ സ്തംഭം തഥാടാധികരസ്വമുഷ്കിനാം തദൈവ തസ്മിന്നതോ വിഭീഷണോ ബഭൂവയേനാം ദഗടാഭാസ്ഫുര യം വൈ സുധിഷ്ണ്യോപഗതം ത്വജാദയ ശ്രുത്വാ സുധാമാപ്യമം ഗമേന്ദ്രേ സവിക്രമൻ പുത്രാധേ സുരോജസ നിശമ്യൻ വിഹ്ലാദപൂർവമദ്ഭുതം മന്ദസ്വഭായാം നദുർശതൽപദം വിതത്ര സുരിയേന സുരാരിയൂഥവാ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ഭൂതേഷു ധിരേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാസ്തം. ഹരേ നാരായണ 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 ഹരേ നാരായണ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം സത്വമേനം വരുതോപി പശ്യൻ സ്തംഭസ്യ മധ്യാനം ജിഹാനായ മൃഗോ നാവിതരോ വിചിത്രോ അഹോ കിമേതന്ത്രമൃഗേന്ദ്രരൂപം മീമാംസമാനസ്സമുഖ്യതോ കൃതോ സിംഹരൂപപ്രദം ഭയാനകം പ്രദത്തജാമീകരകണ്ഡലോചനം സ്ഫുരൽ സദാ കേസരജൃംഭിതാനനം കരാളദത്തം കരവാളദം ജലക്രാന്തലിപ്വം ഭൃഢീമുഖോൽപണം സ്തബ്ധോർധ്വകർണം ഗിരികന്ധരാദ്ഭുതം യാത്രാസുനാസം ഹനിഭേദഭീഷണം ദിവിസ്പൃശൽക്കായ അദീർഘവീവരൻ ഗ്രീവൂരു വക്ഷസ്ഥലമത്വമധ്യമം ചന്ദ്രാംശു ഗൗരൈശ്രിതം തനൂരുഭേദവിശ്വഭുജാനീകന്ധം നഖായുധം ദുരാസുതം സർവനിചേതനായുധ പ്രവേഗ വിദ്രാവിടുതൈത്യദാനവം പ്രായേണ മേയം ഹരിണോരുമായി നാമധസ്മൃതോനേന സമുദ്രതേന കിം ഏവം ധ്രുവം സ്വാഭ്യുപതൽകൃതായുധം നദൻസിംഹം പ്രതിദൈത്യകുഞ്ജനാനക്ഷതോഗ്നോ മധുരപതംഗമോ യഥാ സിംഹോദസി സോസുരസ്തദാ നദർവിചിത്രം ധരസതുധാമി സ്വതേജസായോന്ദുപുരാമിവൽതമ തതോഭിവത്യാഭ്യൻ മഹാസുരോഷാ സിംഹകൃതയോരുവേഗയാ തം വിക്രമന്തം സഗന്ധരാധരോ മഹോരഗം സാക്ഷസുതോ യഥാഗ്രഹേ സതസ്യ ഹസ്തോൽപരിതസ്തദാസുരോ വിക്രീഡതോ യതുലഹ്യഗരുദ്മത അസാധവന്യന്തർലോകസോവലാഘനക്ഷജാ ഭാരത സർവഭിഷ്ണ്യപാപം മന്യമാനം ജവീജശങ്കിതം യഥസ്തമുക്തം ഹരി മഹാസുരൻ പുനസ്തമാസജ്ജത ഖഡ്ഗജന്മണി പ്രഗൃഹ്യ വേഗേന ജിതസ്തമോ കൃതേ സംശേന വേഗം സുതജന്മവർത്തഭീകരന്താച്ഛിദ്രം വര്യതോ ഹരി കൃത്വാട്ടഹാസം ഖരമുത്സനോൽഭണം നിമീലിതാക്ഷം ജഗൃഹേ മഹാജമാ വിശ്വസ്ഫുരന്തം ഗ്രഹണാതുരം ഹരിജ്ഞാനോ മേധാത്വം കുലിശാക്ഷരത്വചന്ദ്യോ വായുരാപാതിർദാലീലയായതേ നഖൈര്യഥാഹിന്ദ്രോ മഹാവിഷം സംരംഭദുഷ്പ്രേക്ഷകരാണലോചനോ വ്യാപ്താനന്ദം വിലിഹൻ സ്വലികുലയാം ആശ്രിത്ലവാക്താരണകേശരാനോ യഥാന്തമായി വിഭഹത്തെ ഹരി നഖാങ്കുരോൽപാദിതഹസ്തരോ യുവം വിസർജിതസ്യാന്തരാലുദായഹാൻ അഹൻ സമനദാനഖശസ്ത്രവാശ്നിധി യോർദണ്ഡയുധോ നവധാൻ സഹസ്രശം ചരാവഭൂതാദല്ലാപരാപദംഗ്രഹാസ്തദൃഷ്ടി പുഷ്ടിരോഷാം അംഭോധേശ്വാസഹതാമിഷുക്ഷുഭുർനിധനാദധീതാ ദീപീഭാമിഷുപുഷു യൗൽസരോക്ഷിപ്രവിമാസങ്കുലാപ്രോത്സപ്രശ്വാചവദാതിപീഡിതാ ശൈലാസമുൽപേ പ്രമുഷിതഭ്രസാപത്തേജസാഖം ഗതുഭോധരേജിരേ തതസ്സഭായാം ഉപവിഷ്ടമുത്തമേ നിർവാസനേ സംഭൃതതേജസം വിഭും അലക്ഷിതദ്വൈതമധ്യമഹിഷണം
പ്രചണ്ഡവക്രം നവഭാജകഷ്ടനാശന്യലോകത്രയമസ്തകജ്വലന്തമാദിദൈത്യമഹനാഹംബുധേ പ്രഹർഷവേഗോൽകൽദാനനാംഭൂപ്രസൂനവൃഷേർവസുരസ്ത്രിയം പദാഭിമാനാപരിഹർണഭസ്തലംബിദൃക്ഷണാം സങ്കുലമാസനാകിനാം സുരാനകാതുന്ധവയോധജഗ്നിരേഗന്ധർമ്മഖ്യാനന്ദുർജഗസ്ത്രിയം തത്രോപവരജീർഗുഹാം ബ്രഹ്മേന്ദ്രഗിരിശാലയ ക്ഷേപിതരസീധാ വിദ്യാധർമ്മോലികാ മാനവ പ്രജാനാം പതയോ ഗന്ധർമാംസജാനാ യക്ഷാഗ്നി പുരുഷാസ്താതാവേതാവാ സിദ്ധകിന്നരാ തേ വിഷ്ണുവാചനാ സർവേ സനന്ദുദാനയ മൂർധ്നിവധാഞ്ജലിഗുണാസീനം ദിവ്യേ സംഗീതേ നരസാൽകൂലന്നാത്കൂലജലാഭ്രകബ്രഹ്മവാച നതോസ്മനന്തായ ദുരന്തശക്തേ വിചിത്രവീര്യായ വിത്തകർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതിസംയമാൻ ഗുണൈः സ്വലീലയാ സന്തതദേവ്യയാത്മനീ ശ്രീകുണ്ടമാചകോപകാലോയുഗാന്തസ്തേ അതോയമൃതോൽപകത്തൽസുതം വാക്യുസുതം ഭക്തം തേ ഭക്തവത്സലാ ഇന്ദ്രവാച പ്രത്യാനീകാമരഭോതാപായണ സ്വഭാഗദൈത്യാക്രാന്തം തേകമലം ബുദ്ധിം പ്രത്യബോധി കാലഗ്രസ്തം കീർത്തനമോ നാമ ശുശ്രൂഷാം തേ മുക്തിസ്തേഷാം നഹി ബഹുമതാ നാരസിംഹാപരൈ കിം ശ്രേയോഷു ത്വന്നസ്തവ പരമാർത്ഥൈതാത്മതേജോയേനേദവാദിപുരുഷാത്മകതം സദ്യ തദ്വിപ്രയുക്തമനാദിശന്യവാനാ ഉദരന്നം സ്ഥാപിതരുഷു ശ്രാദ്ധാനി നോമതി ഭൂജേഷു സഹോദരമുദീദത്താനി തീർത്ഥസമയേത്യ വിവൽത്തിനാംബൂതസ് അസ്യോദരാത്മകവിധീർണവാദ്യാക്ഷ തസ്മൈ നമോ ഹരേ ധർമ്മഗോത്രേ സിദ്ധാപൂഷു യോ നോഗതിം യോഗസിദ്ധാമസാധൂനഹാലകീർയോഗതപോബലേന നാനാഗർഭം തന്നഖയർനദ്ദദാതസ്മൈ ബുദ്ധിം മൃതാസ്മോ നസിംഹ വിദ്യാധരാഊഷു വിദ്യാമൃതഗ്ധാരണയാനുരാധാന്യശേഷതജ്ഞോ ബലവീര്യദത്ത സയേന സഖ്യേന ശിവധരസ്തം മായാനസിംഹം പ്രണതാസ്മ നിത്യം നാഗാഊഷു യേന പാപേന രത്നാനി സ്ത്രീരത്നാനി ഹൃദാന അദ്വക്ഷപാണനേന സാന്തത്താനന്ദനമോസ്തുതേ മനവൗഷു മനവോ വയം തവ നിദേശകാരിണോ വിവിധേന ദേവപരിഭൂതസേതമ അവതാഹലസ്തൗപസംഹൃതപ്രഭോ പരമാമതേ കിമനുഷാദികിങ്കരാൻ പ്രജാപതയൗഷു പ്രജേശാ വയം തേ പരേശാഭിസൃഷ്ട നയേന പ്രജാ വൈ സൃജാമോ നിഷിദ്ധാ സയേഷ ത്വയാ ഭിന്നവക്ഷാംശേതേ ജഗന്മംഗളം സത്വമൂർത്തേവതാര ഗന്ധർവാവുഷു വയം വിഭോതേ നടനാട്യഗായക യേനാത്മസാദ്വീര്യബലൗജസാ കൃതാ സയേഷ നീതോ ഭവതാ ദശാമിമ ഇമുത്പഥസ്ഥാകുശലായ കൽപ്പതേ ശാരണാംഷു ഹരേ നമാംഭിപങ്കജം ഭവാപവർഗമാശ്രിതാ യദേഷ സാധുഭൃച്ഛയസ്ത്വയാ സുരസ്സമാവിത യക്ഷാംഷു സ്വയമഞ്ജലമുഖ്യാതമസ്തേമോജ്ഞൈ തൈഹരിസ്തേന പ്രാപിതാമഹഗത്വം സതുജനപരിതാമം തൽകൃതം ജാതാതേ നരഹരവനീതപ്രജലാമഞ്ജലിംഷ കിംപുരുഷാവുഷു വയം കിംപുരുഷാസ്ത്വന്തു മഹാപുരുഷൈശ്വര അയം തു പുരുഷോ നഷ്ടോധികൃതസ്സർവീയത വൈകാരികാവുഷു സഭാസ്വത്രേഷു മാമലമിഷോ ഗീത്വാ സവിജ്ഞാമഹതിം നഹാംഹേ യസ്താമ്യനൈഷീർധൃതമേഷു ദുർജനോദിഷ്യാഹതസ്തേ ഭഗവന്യതാമയ ഇന്നരാവുഷു പയമീശരിന്നരഗണാസ്തവാനുഗാദിവിജയേന വിഷ്ടിമോനാനുകാരിതാ ഭവതാ ഹരേ സർവജനോപസാദിതോ നരസിംഹനാഥ വിഭവായ നോ ഭവ വിഷ്ണുവാചതാവുഷു അദ്യേതദ്ധരിനരൂപമദ്ഭുതം തേ ദൃഷ്ടം ന ശരണ സർവലോകശർമ്മ കോയം തേ വിധികരൈശ വിപ്രസക്ത തസ്യേതന്നിധനാനുഗ്രഹായ വിദ്വാ വിഷ്ണുഭാഗവതേ ഭഗവാനെ വാഗ്മോസ്യം സംജ്ഞായ സപ്തമസ്കന്ധേ പ്രഹ്ലാദാഞ്ജലേ ദൈത്യരാജവധേ സിംഹത്തവോ നാമ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ നമോധ്യായ നാഗോമാതനേ സർവേ